കൊച്ചി നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും എത്തിയാൽ രാത്രി സമയങ്ങളിലും ടാക്സിയും ഓട്ടോറിക്ഷയും ഓടിക്കുന്ന നിരവധി സ്ത്രീകളെ കാണാൻ കഴിയും. പക്ഷേ ഇപ്പോൾ ഈ മെട്രോ നഗരത്തിൽ രാത്രിയും പകലും പുറത്തിറങ്ങാൻ പലരും ഭയപ്പെടുന്നുണ്ട്. വൈപ്പിനിൽ വനിതാ ഓട്ടോ ഡ്രൈവർക്ക് നേരെ ആക്രമണമുണ്ടായത് കഴിഞ്ഞ രാത്രിയിലാണ്. ആശുപത്രിയിലേക്ക് ഓട്ടം വിളിച്ച 3 പുരുഷന്മാർ ചേർന്നാണ് ജയയെ അതിക്രൂരമായി മർദ്ദിച്ചത്. നട്ടലിന് ഗുരുതരമായി പരിക്കേറ്റ യുവതി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്നാൽ ആക്രമികളെക്കുറിച്ച് യാതൊരു സൂചനയും പോലീസിന് ഇതുവരെയും ലഭിച്ചിട്ടില്ല. തിങ്കളാഴ്ച രാത്രിയോടെയായിരുന്നു സംഭവത്തിന്റെ തുടക്കം. വൈപ്പിൻ പത്താംകുളങ്ങര ഓട്ടോ സ്റ്റാൻഡിലെത്തി ഒരു യുവാവ് ജയയോട് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പോകണമെന്നാവശ്യപ്പെട്ടു. ചെറായി ബീച്ചിലുള്ള തന്റെ 2 സുഹൃത്തുക്കളെയും കൂട്ടണമെന്നും ഇയാൾ പറഞ്ഞു. ഏകദേശം രാത്രി 10 മണിയോടുകൂടി പത്താംകുളങ്ങരയിൽ തിരിച്ചെത്തിയ ശേഷം ഇരുചക്രവാഹനമെടുക്കാൻ ബീച്ചിലേക്ക് പോകണമെന്നും ആവശ്യപ്പെട്ടു. തുടർന്ന് അവിടെ വെച്ചായിരുന്നു മർദ്ദനം. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഓട്ടം വിളിച്ചത്. ദേവസ്വം നട ചെന്നപ്പം വേറെ 2 പേരും കൂടി കയറി ഓട്ടോയിൽ. അത് കഴിഞ്ഞ് ഇടപ്പിൽ സിഗ്നലിൽ അവിടെ ചെന്നിട്ട് അവിടെ ഒരു കൂട്ടുകാരൻ്റെ നിന്ന് പൈസ മേടിച്ചിട്ട് വേണം ഹോസ്പിറ്റലിൽ കൊടുക്കാനായിട്ട്. ഒരു 10 മണിയൊക്കെ ആയപ്പോൾ പള്ളത്താണവരെ ബീച്ചിന്റെ അവിടെ എത്തിയവരെ വണ്ടി അവിടെയാണ് വെച്ചേക്കണേന്ന് പറഞ്ഞു. ആദ്യം പറയും വടക്ക് ഭാഗത്താണ് വെച്ചേക്കണേന്ന് പറഞ്ഞപ്പോൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ വണ്ടികളൊന്നുമില്ല. ഇട്ടുള്ളൊരു ഭാഗം വന്നപ്പോൾ അവര് വിളിച്ച് ചേച്ചി ഇങ്ങോട്ട് പോവാൻ, ഞങ്ങൾ വണ്ടി അവിടെ വെച്ചേക്കണേന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് പറഞ്ഞാൽ അങ്ങോട്ടൊക്കെ ഇരുട്ടാണ്, ഞാൻ വന്നില്ല, നിങ്ങൾ അതുവഴി നോക്ക്. അങ്ങനെ പറഞ്ഞിട്ടാലെ ഒരാൾ ഓടി വന്ന് വായ കുത്തിപ്പിടിച്ചിട്ട് ബാക്കി 2 പേരും വന്ന് നല്ല ഇടിയിടിച്ച് കയ്യിൽ എന്തോ ഒരു ഇതുണ്ടായിരുന്നു. നട്ടലിന് പൊട്ടലുണ്ട്, കൈ ഒടിഞ്ഞിട്ടുണ്ട്, ഈ വാരിയല് പൊട്ടലുണ്ട്, ഈ ലങ്സിന്റെ അവിടെ ഇങ്ങനെ ഇപ്പൊ കുത്തി ഇതാക്കിയിട്ട് എങ്ങനെയാണ് എന്റെ എനിക്ക് ഓട്ടോ ഓടിച്ചിട്ടാണ് ഈ കുടുംബം നോക്കണത്. അപ്പൊ എന്റെ ശരീരത്തൊന്നും തൊടാൻ പോലും പറ്റില്ല. മർദ്ദനത്തിന് ശേഷം പ്രതികൾ ഓടി രക്ഷപ്പെട്ടു. ജയയുടെ കരച്ചിൽ കേട്ട പ്രദേശവാസികളാണ് ആശുപത്രിയിൽ എത്തിച്ചത്. നട്ടലിനും വാരിയലിനും ഗുരുതരമായി പരിക്കേറ്റ ജയ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അയാൾ വിളിച്ചപ്പോൾ ഉദയ കോളനിയിൽ നിന്ന് വരുന്നതാണെന്ന് പറയും. ഉദയ കോളനി എന്ന് പറയുന്നത് നമ്മുടെ ഈ കടവന്തുറ ആ പരിസരത്തുള്ളതാണ്. മയക്കുമരുന്നും ഈ ഇതൊക്കെയുള്ള ഒരു ഏരിയയാണത്. ഈ യഥാർത്ഥ സംഭവത്തിൽ നിന്ന് വഴിതെറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന് വരെ നമുക്ക് സംശയമുണ്ട്. പിന്നീട് വേറെ എന്തോ ഗൂഢോദ്ദേശമുണ്ട്, അതായിരിക്കണം സംഭവിച്ചേക്കുന്നത്. കുടുംബത്തിന്റെ പരാതിയിൽ കേസെടുത്ത വൈപ്പിൻ പോലീസ് ആശുപത്രിയിലെത്തി യുവതിയുടെ മൊഴിയെടുത്തു. CCTV അടക്കം പരിശോധിച്ച് പ്രതികളെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസ്. News 18 കൊച്ചി.